ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ യഹോവയ്ക്ക് വിശുദ്ധം. പുറപ്പാട് 39-ന്റെ 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 1-15 നാം വായിക്കുമ്പം, വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: കർത്താവേ, നിന്റെ ഒരു മകനായിരിക്കത്തക്കവണ്ണം സാധ്യമാകുന്നിടത്തോളം എന്നെ ശുദ്ധീകരിക്കണമേ. അപ്പം ഇതുപോലൊരു പ്രാർത്ഥന ചെയ്യുന്നവർ അതുപോലെ ആയിത്തീരും. നാം ഇങ്ങനെ ആയിത്തീരുവാൻ പ്രാർത്ഥിച്ചാൽ നല്ലതായിരിക്കും. വിശുദ്ധി അത് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ്. ശരീരത്തിൽ വിശുദ്ധി വേണം. റോമർ 12-1 വായിക്കുന്നുണ്ട്, വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. 1 തിമോത്തിയോസ് 2-8 വായിക്കുന്നത്, പ്രാർത്ഥനയിൽ വിശുദ്ധി വേണം. നമ്മുടെ പ്രാർത്ഥന ദൈവവചനം നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ കൈകളെ ഉയർത്തുവാൻ ദൈവം നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ആരാധനയിൽ വിശുദ്ധി വേണം. 1 പത്രോസ് 2-5 വായിക്കുന്നത്, വിശുദ്ധ പുരോഹിത വർഗം എന്ന് വിളിച്ചിരിക്കുകയാണ്. നാം ഓരോരുത്തരും വിശുദ്ധ പുരോഹിത വർഗമാണ്. അതെ, പഴയ നിയമത്തിൽ പുരോഹിതൻ ആരാധനയിൽ വിശുദ്ധി ഉണ്ടായിരുന്നു. പൗരത്വത്തിൽ വിശുദ്ധിയുണ്ട്. 1 പത്രോസ് 2-9 വായിക്കുന്നത്, അതായത് വിശുദ്ധ വംശം എന്ന പേര് നൽകിയിട്ടുണ്ട്. വിശുദ്ധ വംശം. അതുപോലെ ചിന്തയിൽ വിശുദ്ധി. യഹോവയ്ക്ക് വിശുദ്ധം എന്ന് തൻ്റെ ചട്ടത്തിന്മേൽ കൊത്തിവെച്ചിരിക്കുന്ന മഹാപുരോഹിതൻ, പുറപ്പാട് 28-36 വായിക്കുന്നത് അങ്ങനെയാണ്. റെവലേഷൻ 14-4 വായിക്കുന്നത്, ചിന്തയിൽ മാലിന്യം ഇല്ലാത്തവരെന്നുണ്ട്. അത് സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ. അതിൻ്റെ ഗ്രീക്ക് അത് അർത്ഥം ചിന്തയിൽ മാലിന്യമില്ലാത്തവർ. അപ്പോസ്തലപ്രവൃത്തി 8-22 വായിക്കുന്നത് അങ്ങനെയാണ്. അതായത് നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, പക്ഷേ നിൻ്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. ഹൃദയത്തിലെ നിരൂപണം, അത് ചിന്തയിൽ മാലിന്യമില്ലാത്തവർ. കൃത്യനിർവഹണത്തിൽ അത് നമുക്ക് വിശുദ്ധി വേണം. നമ്മൾ സെക്കറിയാവ് 14-20-21 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അന്നാളിൽ കുതിരകളുടെ മണികളിന്മേൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതിയിരിക്കുന്നു. യഹോവയുടെ ആലയത്തിൽ കുലങ്ങളും വിശുദ്ധമെന്നുണ്ട്. അതെ, ദൈവമക്കളായിരിക്കുന്ന നാം വിശുദ്ധരായി തീരുവാനാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് സമർപ്പിക്കാം.